അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി മഴ വാർത്തകളിലേക്ക് പോകാമല്ലേ? കാരണം കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിനുകളൊക്കെ വൈകി ഓടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 2.5 മണിക്കൂറാണ് വൈകി ഓടുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഇന്റർസിറ്റി എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകി. അതുപോലെ നേത്രാവതി എക്സ്പ്രസും ഗുരുവായൂർ എക്സ്പ്രസും ഒക്കെ വൈകി തന്നെയാണ് ഓടുന്നത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഡിയ, നമ്മുടെ ക്യാമറാമാനൊക്കെ ഇന്നിപ്പോൾ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ട്രെയിനിന് എങ്ങനെയാണ് പണിയാവുമോ? ഏതൊക്കെ ട്രെയിനുകളാണ് ഇങ്ങനെ വൈകി ഓടുന്നത്? അമൃത, കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായി ശക്തമായ മഴയാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളുമായി അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും ട്രാക്കിൽ മരം വീണെന്നടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. അത്തരത്തിൽ പല ഇടങ്ങളിലും ട്രാക്കിൽ തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പല ട്രെയിനുകളും വൈകി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയേണ്ടത് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. 5:55 പുറപ്പെടേണ്ട ജനശതാബ്ദി എക്സ്പ്രസ് 8:45 രാവിലെ 8:45 പുറപ്പെടുക. 2.5 മണിക്കൂറാണ് വൈകി ഓടുന്നത്. ഇതുവരെയായിട്ടും തിരുവനന്തപുരത്തു നിന്നും ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ട്രെയിനുകൾ പലതും വൈകുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ദീർഘദൂര ട്രെയിനുകളൊക്കെ പ്രധാനമായും വൈകി ഓടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. കാരണം കനത്ത മഴയാണ് പലയിടങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ട്രെയിനുകൾ വൈകി ഓടുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഇന്റർസിറ്റി എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകി ഓടുന്നുണ്ട്. ഒപ്പം നേത്രാവതി എക്സ്പ്രസ് തിരുവനന്തപുരം വരെ പോകേണ്ട നേത്രാവതി എക്സ്പ്രസ് ആണ്. അത് 1 മണിക്കൂറോളം വൈകി ഓടുന്നുണ്ട്. ഒപ്പം ഗുരുവായൂർ എക്സ്പ്രസും ചെന്നൈയിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ഗുരുവായൂർ എക്സ്പ്രസും 1 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. അങ്ങനെ വിവിധ ട്രെയിനുകൾ, പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്.